Hello kiddies, this is Anil once again. Welcome back to the online class. ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ലെസണിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന മഹാത്മാഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൊന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടോൾസ്റ്റോയ് ഫാമിൻ്റെ അവിടെയുള്ള ഇൻമേറ്റുകൾ, അന്തേവാസികളുടെ ജീവിതവും അതുപോലെ തന്നെ അവരെന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നും അതിനപ്പുറത്ത് മഹാത്മാഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടുകളും the ideologies and the concepts of Mahatma Gandhi. ഇതായിരുന്നു ടോൾസ്റ്റോയ് ഫാമിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫാമിൽ അന്തേവാസികളായിരുന്ന ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്ന ആ ഫലവൃക്ഷങ്ങളുടെ തോട്ടത്തിൽ പണിയെടുക്കുന്നതും ആ പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുരുത്തക്കേടുകളെക്കുറിച്ചും ആ പണിയെടുക്കുന്നതിലൂടെ അവർ നേടിയെടുക്കുന്ന ശാരീരികപരമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ വ്യായാമത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു ഗാന്ധിജി തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ പറഞ്ഞു തന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മൊമെന്റ് വി ക്യാൻ മൂവ് ഓൺ the next portion. So let's roll on. Sometimes I connived at their pranks, but often I was strict with them. Connived എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ദ ഫോൾട്ട്, തെറ്റുകളെ കണ്ടില്ലെന്ന് നടിക്കുക. ചില സമയങ്ങളിൽ ഞാൻ ആ കുട്ടികൾ ചെയ്യുന്ന ആ ഒരു കുസൃതിത്തരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാറായിരുന്നു പതിവ്. ബട്ട് ഓഫ്റ്റൻ ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത് ദം. പക്ഷേ മറ്റു ചില സമയങ്ങളിൽ ഞാൻ അവരോട് വളരെ കർക്കശക്കാരനായിരുന്നു. ഐ ഡെയർ സേ ദേ ഡിഡ് നോട്ട് ലൈക്ക് ദ സ്ട്രിക്ട്നെസ്. ഞാൻ തുറന്നു പറയാം, അവർക്കൊരിക്കലും ആ സ്ട്രിക്ട്നെസ് ഇഷ്ടമായിരുന്നില്ല, ആ ഒരു കർക്കശ സ്വഭാവം ഇഷ്ടമായിരുന്നില്ല. ബട്ട് ഐ ഡു നോട്ട് റീകളക്ട് ദേ ഹാവിങ് റെസിസ്റ്റഡ് ഇറ്റ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, റീകളക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ അല്ലെങ്കിൽ റിമെമ്പർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അവരതിനെ എതിർത്തതായിട്ട് ഓർക്കാൻ വേണ്ടി കഴിയുന്നില്ല. Whenever I was strict, I would by argument convince them that it was not right to play with one's work. സോ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്താണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളത്? ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ടു പ്ലേ വിത്ത് വൺസ് വർക്ക്. ഒരാളുടെ ജോലി അല്ലെങ്കിൽ ഒരാൾ ചെയ്യേണ്ട കടമകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ തെറ്റാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. And the conviction would however be short-lived. The next moment they would again leave their work and go to play. പക്ഷേ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ എഫക്റ്റുകളൊക്കെ നിലനിൽക്കാറുണ്ട്. അതിനുശേഷം വീണ്ടും അതൊക്കെ മറന്നവർ കളിക്കാൻ വേണ്ടി പോകാറുണ്ട്. അതായത് നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ നടക്കുന്നത് പോലെ തന്നെയാണ്. ക്ലാസ്സിൽ സംസാരിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ആ സാറൊന്ന് ചൂടാകുന്ന സമയത്ത്, ടീച്ചർ ഒന്ന് ചൂടാകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കുന്നു. അതിനുശേഷം കുറച്ച് നേരത്തെ ആ ഒരു സൈലൻസിന് ശേഷം നമ്മളൊക്കെ ഒച്ച ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളും ചെയ്തത്. ആദ്യമൊക്കെ അത് കേട്ടിരിക്കും, കുറച്ച് നേരത്തേക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടാകും. അതിനുശേഷം അതൊക്കെ മറന്നവർ കളിക്കാൻ പോകുമായിരുന്നു. ഓൾ ദ സെയിം വി ഗോട്ട് അലോങ് ആൻഡ് അറ്റ് എനി റേറ്റ് ദേ ബിൽറ്റ് അപ്പ് ഫൈൻ ഫിസിക്സ്. സോ അദ്ദേഹം പറയുന്നൊരു കാര്യം, എന്തൊക്കെയായിരുന്നാലും ഗെറ്റ് എലോങ് എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഗോട്ട് എലോങ് എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോട്ട് എലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. സോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവിടുത്തെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ കളിച്ചാലും അവർ പണിയെടുത്താലും ഒക്കെ അവർക്ക് നല്ലൊരു വ്യായാമം കിട്ടിയിരുന്നു. ആ വ്യായാമത്തിലൂടെ അവരുടെ ശരീരത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. There was scarcely any illness on the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ ഫാമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഫാമിൽ ഇടയ്ക്കൊക്കെ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. കുട്ടികൾക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാറുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അവിടെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിലും നല്ല എയർ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ അവിടെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം ഈ പാരഗ്രാഫിലൂടെ പറയുന്നുണ്ട്. പാരഗ്രാഫ് Mahatma Gandhi recalling his memory and he was saying that whatever the faults did by the kids, he was sometimes he ignored all those faults of that kids, and he was saying that whenever he became little bit strict freak, at that time the kids couldn't accept that character of Mr. Mahatma Gandhi, and he was saying that he tried to convince the kids to become like
don't want to ignore any kind of a jobs, you have to do the jobs. He had given some kind of a advices to that kids, and the kids just heard it, but after some times they just forgot it and they just went for play. So he was saying that whatever things they did, if they worked, if they played, whatever, they made it good physique, like they just built up their bodies perfectly. And he was saying that sometimes in that farm, on the Tolstoy farm, sometimes the people got some kind of a illness. It's some kind of a responsible, like they have like food and the air and every conditions are like favorable, but some kind of a diseases had happened in that Tolstoy farm. Once again, Mahatma Gandhi was trying to recollect all these memories through his autobiographical work. A word about vocational training. ഇനി അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ഇറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ ടു ടീച്ച് എവ്രി വൺ ഓഫ് ദ യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ആ ടോൾസ്റ്റോയ് ഫാമിൽ അന്തേവാസികളായിരുന്ന ഓരോ ചെറുപ്പക്കാരെയും എന്തെങ്കിലും തരത്തിലുള്ള തൊഴിലുകൾ പഠിപ്പിക്കുക, ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമായിരുന്നു. For this purpose, Mr. Kallenbach went to the Trappist monastery and returned having learnt shoemaking. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ മിസ്റ്റർ കലൻബാച്ച് എന്ന് പറയുന്ന നമ്മളുടെ ഗാന്ധിജിയുടെ സപ്പോർട്ടർ, അദ്ദേഹം ട്രാപ്പിസ്റ്റ് മൊനാസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമൻ കത്തലിക് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യാനിറ്റിയിലെ ഒരു വിഭാഗമാണ് റോമൻ കത്തലിക്സ്. ആ റോമൻ കത്തലിക്സിൻ്റെ അവർ വളരെ സ്ട്രിക്റ്റായി നടത്തിയിരുന്ന ഒരു ആശ്രമമായിരുന്നു ട്രാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശ്രമം. ആ ആശ്രമത്തിൽ പോയി അദ്ദേഹം ഷൂ മേക്കിംഗ് എന്ന് പറയുന്ന ആർട്ട്, അല്ലെങ്കിൽ ഷൂ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ആർട്ട് അദ്ദേഹം പഠിച്ചു വന്നു. I learned it from him and taught the art to such as were ready to take it up. അദ്ദേഹം അത് പഠിച്ചു വന്ന ശേഷം മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, കലൻബാച്ചിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ആ ഒരു തൊഴിൽ അഭ്യസിച്ചെടുക്കുന്നു. അതിനുശേഷം മഹാത്മാഗാന്ധിജി തന്നെ അത് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഷൂ മേക്കിംഗ് ഇഷ്ടമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ആ ജോലി പഠിപ്പിച്ചു കൊടുത്തു. മിസ്റ്റർ കലൻബാച്ച് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. അതുപോലെ തന്നെ കലൻബാച്ചിന് കുറച്ച് കാർപ്പൻട്രി, മരപ്പണികളൊക്കെ അറിയാമായിരുന്നു. ആൻഡ് ദർ വാസ് അനദർ ഇൻമേറ്റ് ഹു ന്യൂ ഇറ്റ്. അതുപോലെ തന്നെ അവിടെ താമസിച്ചിരുന്ന മറ്റൊരു വ്യക്തിക്കും, അന്തേവാസിയായ മറ്റൊരു വ്യക്തിക്കും ഈ പറയുന്ന പോലെ മരപ്പണികളൊക്കെ അറിയാമായിരുന്നു. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് ന്യൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന മരപ്പണികൾ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്തു, ഈ കാർപ്പൻട്രി അല്ലെങ്കിൽ മരപ്പണി, ആശാരിപ്പണി എന്ന് പറയുന്നത് അവിടെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അവിടെ എല്ലാ ജോലികളും കുട്ടികൾ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ, കുക്കിംഗ് ഒക്കെ കുട്ടികൾ തന്നെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും, യുവജനങ്ങൾക്കും എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുകൂടി ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നുണ്ട്. സോ once again Mr. Mahatma Gandhi actually he was talking about the vocational training, or job oriented training, and he was saying that Mr. Kallenbach went to the Trappist monastery means it's a Roman Catholic monastery. He went to that monastery and he just learned the art of shoemaking. Then he came back to that Tolstoy farm, and our Gandhiji learned that shoemaking and he started to teach the kids. He taught some kids how to make the shoes. And then after, the Kallenbach and one of the inmates in that Tolstoy farm, both of them knew that how to make the carpentry works. Then they made it some classes to teach the kids how to make some carpentry works. And he was saying that vocational training is necessary. Each and everyone have to learn it some kind of a works. And he was saying once more, like he was saying that all the youngsters who were living on that monastery or on that Tolstoy farm, they had know how to make it the food, because they were doing the work from the beginning onwards. So they know that how to cook the foods. So they don't want to teach how to cook the food. But he was saying that each and every one have to learn it some kind of a vocational training, or some kind of a vocation, or the job oriented training must be had to given these kids. We are moving into the last paragraph. All this was new to them. ഇതെല്ലാം അവർക്കൊരു പുതിയ കാര്യമായിരുന്നു.
They had never even dreamt that they would have to learn these things someday. അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതൊക്കെ അവരൊരു ദിവസം പഠിക്കുമെന്ന്. For generally, the only training that Indian children received in South Africa was in the 3 R's. അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന മറ്റു വിദ്യാർത്ഥികൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന അവർക്കുണ്ടായിരുന്ന ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3 ആറുകളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 R's means the first one reading and the second one writing and the third one arithmetics. So എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക്കും റൈറ്റിംഗ് ഒക്കെ ഈ പറയുന്ന ആറുകളിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, റൈറ്റിംഗ് എന്ന് എഴുതുന്നതിൽ W എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് വേർഡാണ്. അതുപോലെ അരിത്തമെറ്റിക്കിലെ A എന്ന് പറയുന്നത് വളരെ നമ്മളൊരു ലോ വോയിസിൽ ഉച്ചരിക്കുന്ന ഒരു വാക്കായതുകൊണ്ടും ആ റീ എന്ന് പറയുന്ന വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടുമാണ് അദ്ദേഹം അവിടെ R എന്ന് പറയുന്ന 3 R'സിൽ അരിത്തമെറ്റിക് കൂടി ഉൾപ്പെടുത്തിയത്. സോ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് എന്നീ പറയുന്ന 3 കാര്യങ്ങളെയാണ് അദ്ദേഹം 3 R'കൾ കൊണ്ട് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ സാധാരണ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന 3 R's മാത്രമായിരുന്നു. പക്ഷേ ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളും അതിനോടൊപ്പം തന്നെ ഇതേപോലുള്ള ജോലി അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൊക്കേഷണൽ ട്രെയിനിങ്ങുകളുമൊക്കെ അദ്ദേഹം നൽകിയിരുന്നു. On Tolstoy farm, we made it a rule that the youngsters should not be asked to do what the teachers did not do. അതുപോലെ തന്നെ ടോൾസ്റ്റോയ് ഫാമിൽ അവരൊരു നിയമമുണ്ടാക്കി, കർക്കശമായ ഒരു നിയമം അവരുണ്ടാക്കി. യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു ഡു വാട്ട് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു. ആ നിയമം എങ്ങനെയായിരുന്നു? ആ ഒരു അന്തേവാസികളായുള്ള അവിടെ പഠിക്കാനുള്ള ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരെടുത്തൊരിക്കലും അവിടെയുള്ള ടീച്ചേഴ്സ് അവർ ചെയ്യാത്ത ഒരു ജോലി ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല. ടീച്ചേഴ്സ് ഇതുവരെ ചെയ്യാത്തൊരു ജോലി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. And therefore, when they were asked to do any work, there was always a teacher cooperating and actually working with them. അപ്പോൾ അങ്ങനെ ആ ഒരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് അവിടെ കുട്ടികളോട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് ആ ജോലി അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മിംഗ്ലിംഗ്, ഒരു കോ വർക്കിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി അദ്ദേഹത്തിന് അതിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആൻഡ് ഹെൻസ് വാട്ട് എവർ ദ യങ്സ്റ്റേഴ്സ് ലേൺഡ്, ദ ലേൺഡ് ചിയർഫുള്ളി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ ജോലികളിലും നമ്മളുടെ അധ്യാപകർ കൂടെ ചേരുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പഠിക്കാൻ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. സോ here actually Mahatma Gandhi was saying that in the South Africa on that time, South African students or the Indian students, what they got it through the systematic education. The systematic education had given the 3 R's, reading, writing and arithmetic. But in the Tolstoy farm, actually our Mahatma Gandhi and Kellen Batch had given more than the 3 R's. Like they had given the moral education, they had given vocational training, they had given some kind of a physical experiences and explorations to make it a good body and healthy body. So the education system got lots of disparities between the customary education and the new educational system of Mahatma Gandhi. So he was saying that whatever the things the kids learned from there, they learned everything with full of mind or happiness, and the kids learned everything with the full of happiness, and the teachers also learned lots of things through the works what they had done. So here is the end of our lesson. അങ്ങനെ നമ്മളുടെ ചാപ്റ്ററിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഈ ഒരു മെമ്മയറിലൂടെ നമ്മൾക്ക് കഴിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മക്കുറിപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ തലങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ പുതിയ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചും ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. Hello my dears, I hope that you understood the thing what we said in this previous time. So if you have any kind of doubts, you can clarify with me.